അങ്ങനെ ഒടുവിൽ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി മുഴുവൻ ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, അർജുൻ എന്തു പറ്റി, ആ വാഹനത്തിന് എന്തു പറ്റി എന്നുള്ളത്. ഗംഗാവലിയുടെ അടിത്തട്ടിൽ മണ്ണിനോട് ചേർന്ന് ആ ലോറിയും അതിൻ്റെ ക്യാബിനും ഉണ്ടായിരുന്നു. ആ ക്യാബിനിൽ കുടുങ്ങിയ നിലയിൽ ഒരു മൃതദേഹമുണ്ട്. അത് അർജുൻ്റേത് തന്നെയെന്ന് മനാഫ് ഇത് പുറത്തു വന്ന് മാധ്യമങ്ങളോട് പറയുന്നു. ഇനി ഇത് ഔദ്യോഗികമായി അതിനെന്തെങ്കിലും വിശദീകരിക്കാനുണ്ടോ, കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ ബാക്കിയുണ്ടോ, അതൊക്കെ അതിൻ്റെ സാങ്കേതിക വശങ്ങൾ മാത്രമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ദിവസങ്ങളായി അല്ലെങ്കിൽ 1.5 മാസമായി കാത്തിരിക്കുകയായിരുന്നു അർജുൻ എവിടെ, എന്തു പറ്റി എന്നുള്ള ചോദ്യത്തിന്. അതിനുള്ള ഉത്തരമാണ് 72-ാം ദിവസം നമ്മളുടെ മുന്നിലേക്ക് ഗംഗാവലിയുടെ അടിത്തട്ടിൽ നിന്നും ആ ക്രെയിനിൽ അതിൻ്റെ യന്ത്രക്കൈകൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ആ വാഹനത്തിൻ്റെ ക്യാബിൻ, ആ ക്യാബിനുള്ളിൽ അർജുൻ കുടുങ്ങിയിരുന്നു. ആ കുടുങ്ങിയ നിലയിൽ അർജുൻ്റെ മൃതദേഹമുണ്ട് എന്ന് പറയുന്നു. 72-ാം ദിവസം കാണാതായി, 72-ാം ദിവസം അപകടമുണ്ടായി, 72-ാം ദിവസമാണ് അർജുനെ പറ്റിയുള്ള ആ വിവരം ഒടുവിൽ നമ്മളെ തേടിയെത്തുന്നത്. വലിയ ചോദ്യമായിരുന്നു, അർജുൻ എവിടെ പോയി, എന്തു സംഭവിച്ചു എന്നുള്ളത് മുഴുവൻ മലയാളികളുടെയും ചോദ്യമായിരുന്നു. അർജുൻ്റെ കുടുംബാംഗങ്ങളുടെ മാത്രം സങ്കടമായിരുന്നില്ല, ദുഃഖമായിരുന്നില്ല, അത് മുഴുവൻ മലയാളികളുടെയും, ലോകമെമ്പാടുമുള്ള മുഴുവൻ മലയാളികളുടെയും മനുഷ്യസ്നേഹികളുടെയും ഒരു ചോദ്യവും ദുഃഖവുമായിരുന്നു. ആ ചെറുപ്പക്കാരൻ എന്തു പറ്റി, ആ സഹോദരൻ എന്തു പറ്റി എന്നുള്ള ചോദ്യം. അതിന് ഒരു ഉത്തരം ഇപ്പോൾ ഗംഗാവലിയുടെ ആഴങ്ങളിൽ നിന്ന് നമ്മളെ തേടി എത്തുകയാണ്. 72-ാം ദിവസം, ഈ 3-ാം ഘട്ട പരിശോധനയുടെ 5-ാം ദിവസം, ആ ദിവസം ഉച്ചയോടുകൂടി 3 മണിയോടുകൂടി ആ ഉത്തരം നമ്മളുടെ കൺമുന്നിലേക്ക് തെളിയുന്നു. ഗംഗാവലിയുടെ ആഴങ്ങളിൽ മണ്ണിനോട് ചേർന്ന് കിടന്ന ആ വലിയ ട്രക്കിൻ്റെ ക്യാബിനിൽ ഒരു മൃതദേഹം കുടുങ്ങിയിട്ടുണ്ട്. അത് അർജുൻ്റേത് തന്നെയെന്ന് ആ ലോറി ഉടമ മനാഫ് പുഴയുടെ തീരത്ത് വന്ന് ഏതാണ്ട് ഒരു സ്ഥിരീകരണം നടത്തിയ ശേഷം വിശദീകരിക്കുന്നു. നേരത്തെ തന്നെ ഇന്ന് 3 മണിയോടെ ഒരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരാനുണ്ട് എന്ന് ഈ തെരച്ചിൽ സംഘത്തിലെ ചിലരിൽ നിന്ന് തന്നെ നമ്മൾ അറിയുന്നുണ്ടായിരുന്നു. അത് ഒരുപക്ഷെ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി എന്ന വിവരമായിരിക്കും എന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോഴും അർജുൻ അതിലുണ്ട് എന്നതിൽ ഒരു സ്ഥിരീകരണവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അർജുൻ അതിൽ കുടുങ്ങിയ നിലയിലുണ്ട്, ആ ക്യാബിനിൽ, ലോറിയുടെ ക്യാബിനിൽ കുടുങ്ങിയ നിലയിലുണ്ട് എന്ന് പറയുന്നു. അത് ലോറി ഉടമ മനാഫും അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനും ഇപ്പോഴത് സ്ഥിരീകരിക്കുകയാണ്. 72-ാം ദിവസമാണ് ആ വലിയ വിവരം നമ്മളെ തേടിയെത്തുന്നത്. അർജുൻ എന്തു പറ്റി എന്ന ചോദ്യത്തിന് ഇവിടെ ഒരു ഉത്തരം കാണുകയാണ്, ഉത്തരം ലഭിക്കുകയാണ്. ആ ലോറി കാണാതായ ശിരൂരിലെ മണ്ണിടിച്ചിലിൽ ആ മൺകൂമ്പാരങ്ങൾക്കൊപ്പം, ആ പാറക്കൂട്ടങ്ങൾക്കൊപ്പം, ആ മുകളിൽ നിന്ന് ഇടുങ്ങി വന്ന ആ മരക്കൂമ്പാരങ്ങളുടെയും കല്ലിൻ്റെയും മണ്ണിൻ്റെയും ഒപ്പം ഗംഗാവലിയുടെ ആഴങ്ങളിലേക്ക് ആ ലോറിയും പോയിരുന്നു. അതിൽ അർജുനും ഉണ്ടായിരുന്നു, അർജുനും പോയി. അങ്ങനെ കാണാതായി ഇനിയും കണ്ടെത്താനുള്ള 3 പേരിൽ ഒരാൾ അർജുനായിരുന്നു. ആ അർജുനെ കണ്ടെത്തിയിരിക്കുന്നു. അർജുൻ്റെ മൃതദേഹം ആ ലോറിക്കുള്ളിൽ കുടുങ്ങിയ നിലയിലുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന് ഈ ഉത്തരത്തിന് എന്ന് വെച്ചാൽ അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം അത് തേടുകയായിരുന്നു നമ്മളെല്ലാവരും. അർജുൻ്റെ സഹോദരി ഭർത്താവ് പറഞ്ഞതുപോലെ ജീവനോടെ അർജുൻ തിരികെ വരുമെന്ന പ്രതീക്ഷ നമുക്ക് ഏറെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നഷ്ടമായിരുന്നു. പക്ഷെ അപ്പോഴും ആ ചെറുപ്പക്കാരന് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ഒരു ആകാംക്ഷ മുഴുവൻ മലയാളികൾക്കും, മുഴുവൻ മനുഷ്യസ്നേഹികൾക്കും ഉണ്ടായിരുന്നു. ഗംഗാവലിയുടെ ആഴങ്ങളിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പുറത്തെടുക്കേണ്ടേ, അങ്ങനെ മൺകൂമ്പാരത്തിനുള്ളിൽ അയാളെ ഉപേക്ഷിച്ച് എങ്ങനെ നമുക്ക് പോകാൻ, അവിടെ നിന്ന് മടങ്ങാൻ കഴിയുമെന്ന ചോദ്യമായിരുന്നു നമ്മളുടെ കൺമുന്നിലുണ്ടായിരുന്നത്, നമ്മളുടെ മുന്നിലുണ്ടായിരുന്നത്. ആ ചോദ്യങ്ങളുടെ ഉത്തരം തേടുകയായിരുന്നു ഈ ശിരൂരിലെ വലിയ ദൗത്യം. ആ ദൗത്യത്തിൻ്റെ 3-ാം ഘട്ടത്തിൻ്റെ 5-ാം ദിവസം അതിന് ഉത്തരം ലഭിക്കുന്നു. അർജുൻ്റെ ലോറി കണ്ടെത്തി. ലോറിയുടെ ക്യാബിനുള്ളിൽ കുടുങ്ങിയ നിലയിൽ ഒരു മൃതദേഹവുമുണ്ട്. അത് അർജുൻ്റേത് തന്നെയെന്ന് മനാഫും, ലോറി ഉടമ മനാഫും അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനും സ്ഥിരീകരിക്കുന്നു. ജൂലൈ 16-നാണ് ശിരൂരിലെ മണ്ണിടിച്ചിലിൽ ഈ ലോറി കാണാതാകുന്നത്. പിന്നീട് പല കേന്ദ്രങ്ങളിൽ, പല തരങ്ങളിൽ ഈ തെരച്ചിലിനെ പറ്റിയുള്ള ആലോചനകൾ, തെരച്ചിൽ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. യന്ത്രസാമഗ്രികളുടെ സഹായത്തോടെയുള്ള തെരച്ചിലിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇതിനിടയിൽ വലിയ ഒഴുക്ക്, ആ പുഴയിലെ ഒഴുക്ക്, പ്രതികൂല കാലാവസ്ഥ, ഇതൊക്കെ ഈ തെരച്ചിലിനെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങളായി നമ്മളുടെ മുന്നിൽ ഇങ്ങനെ വലിയ പ്രതിബന്ധമായി നിന്നു. അതിനെയൊക്കെ അതിജീവിച്ച് വീണ്ടും തെരച്ചിൽ നടത്തുന്നു. ആ ഘട്ടത്തിൽ മൺകൂമ്പാരങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പരിശോധിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അവിടെയാണ് ഡ്രഡ്ജർ എന്ന സാങ്കേതിക സൗകര്യത്തെ പറ്റിയുള്ള ആലോചന തുടങ്ങുന്നത്. ഡ്രഡ്ജർ അവിടേക്ക് എത്തിക്കുന്നതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങൾ, കാലാവസ്ഥ പ്രതികൂലമാകുന്നത്, ജലനിരപ്പ് കൂടി നിൽക്കുന്നത്, കടലിലെ കാറ്റും തിരമാലയും, അങ്ങനെ ഒന്നും വേണ്ട പ്രതിബന്ധങ്ങൾ മാത്രമായിരുന്നു ഈ ദൗത്യത്തിന് മുന്നിൽ നമ്മൾക്ക് ഒപ്പമുണ്ടായിരുന്നത്. അതിനെയൊക്കെ അതിജീവിച്ച്
ആ ഡ്രഡ്ജർ അവിടെ കൊണ്ടുവരുന്നു. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ്റെ നേതൃത്വത്തിലുള്ള സാങ്കേതിക വൈദഗ്ധ്യമുള്ള സംഘത്തിൻ്റെ സഹായം അങ്ങനെ 3 കോണ്ടാക്ട് പോയിന്റുകൾ CP 1, 2, 3, 4 അങ്ങനെ 4 കോണ്ടാക്ട് പോയിന്റുകൾ കണ്ടെത്തുന്നു. ആ 4ഇടത്തും തെരച്ചിൽ നടത്തുന്നു. 4ഇടത്തുനിന്നും ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. എന്നാൽ 2-ൽ ഇന്ന് വീണ്ടും തെരച്ചിൽ നടക്കുന്നു. നമ്മൾ ഏതാണ്ട് 2-ലൊക്കെ തെരച്ചിൽ കൊണ്ട് ഫലമില്ല എന്ന് കരുതിയ സമയത്താണ് അവിടെ വീണ്ടും സാങ്കേതികമായി നടത്തിയ പരിശോധനയിൽ ലോകഭാഗത്തിൻ്റെ വലിയ ലോഹവസ്തുവിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്നത്. അവിടെ വീണ്ടും തെരച്ചിൽ നടത്തുന്നു. അങ്ങനെ ആ തെരച്ചിലാണ് അർജുൻ്റെ ലോറിയിലേക്ക് ആ യന്ത്രക്കൈകളെ എത്തിക്കുന്നത്. അവിടെ നിന്നും അത് ജലോപരിതലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുമ്പോഴാണ് ആ ലോറിയുടെ ക്യാബിനിൽ കുടുങ്ങിയ നിലയിൽ ഒരു മൃതദേഹമുണ്ടെന്ന വിവരം ആ ദൗത്യത്തിൽ, ഷിരൂരിലെ ദൗത്യത്തിൽ പങ്കാളികളായ ആളുകൾ നമ്മളോട് പറയുന്നത്. അത് അർജുൻ്റേത് തന്നെയെന്ന് ഒടുവിൽ സ്ഥിരീകരിക്കുന്നു. ലോറി മനാഫിൻ്റേതെന്ന് സ്ഥിരീകരിക്കുന്നു. ആ ബന്ധു വന്ന് അത് അർജുൻ്റെ മൃതദേഹമാണെന്ന് അങ്ങേയറ്റം ദുഃഖകരമായ വാർത്ത ലോകത്തോട് വിളിച്ചു പറയുന്നു. നമുക്കറിയാം ഇതിൻ്റെ അവസാനം ഇങ്ങനെയാകുമെന്ന് നമ്മൾ കരുതിയിരുന്നു. നമ്മൾ അത് ആ വാർത്ത വളരെ അങ്ങേയറ്റം ഹൃദയവേദനയോടെ അത് കേൾക്കേണ്ടി വരുമെന്ന് നമുക്കറിയാമായിരുന്നു. കാരണം 72 ദിവസമായി പുഴയുടെ ആഴങ്ങളിലേക്ക് എന്ന് വെച്ചാൽ വലിയ ആഴങ്ങളിലേക്ക് പോയ ഒരു വാഹനത്തിൽ ഉണ്ടായിരുന്ന അതിൻ്റെ ഡ്രൈവർ, ആ ചെറുപ്പക്കാരൻ ജീവനോടെ തിരികെ വരുമെന്ന പ്രതീക്ഷ നമുക്ക് ഏറെ നാൾ മുമ്പേ നഷ്ടമായതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇതിൻ്റെ പര്യവസാനമെന്ന് അറിയാമായിരുന്നു. എങ്കിൽ പോലും എന്തോ നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അതിനൊരു ഉത്തരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുകയാണ്. അർജുൻ അങ്ങനെ 72-ാം ദിവസം അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഒരു വലിയ ഉത്തരം ലഭിക്കുകയാണ്. അർജുൻ്റെ വാഹനം ജലോപരിതലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക.